മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല. കേട്ടോണം വചനം. ആദമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാര്യയിൽ ഒരു തക്ക തമയെ കൊടുത്തു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഓർക്കണം, ഈ സയൻസ് ആദ്യത്തെ അനസ്തേഷ്യ ഉണ്ടാക്കി ആദ്യം കണ്ടുപിടിച്ച ക്ലോറോഫാമ, അതിനുശേഷം അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജെയിംസ് സിംസൺ. നിങ്ങളുടെ PSC, കേട്ടറ്റ്, TTET പരീക്ഷകളിൽ വരും നോട്ട് ചെയ്യാം. അതിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ യഹൂദൻ, അദ്ദേഹം ബൈബിൾ വായിച്ചു. ആദമിന് എങ്ങനെ ഗാഠനിദ്ര വരുത്തി. ആ കണ്ടുപിടുത്ത ആദ്യം ക്ലോറോഫാം, പിന്നെ അവന്റെ മൂത്ത ചേട്ടൻ അനസ്തേഷ്യ. നോബൽ സമ്മാനം കിട്ടിയ അദ്ദേഹത്തിന്റെ മുമ്പിൽ കാലുകൾ തളർന്നു പോയി. വീൽ ചെയറിലിരിപ്പിക്കുമ്പോൾ ചാനൽ അന്നത്തെ കാലത്ത് പത്രക്കാർ വന്നു, സാറേ ദാണ്ട് നല്ല ഒരു നോബൽ സമ്മാനം കിട്ടി, സന്തോഷമില്ലേ? അദ്ദേഹം കരം ഉയർത്തി പറഞ്ഞു, കുഞ്ഞെ നോബൽ സമ്മാനം അവിടെ ഇരിക്കട്ടെ, അതൊന്നുമല്ല എൻ്റെ ഈ ആയുസിലെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചതാ എൻ്റെ സന്തോഷം. ഓ, ഇന്ന് രാത്രി ഇത് കണ്ടോ, അനസ്തേഷ്യ കണ്ടുപിടിച്ചതാ ആരാ? ഡോക്ടർ ജെയിംസ് സിംസൺ. അവർ രണ്ടുപേരെ എവിടുന്നാണ്? എത്യോപ്യയിൽ നിന്ന് കൊണ്ടുവന്നതാ ഏദൻ പൂങ്കാവനം. ഏദൻ പൂങ്കാവനത്തിനകത്ത് ആദ്യത്തെ കല്യാണം, നല്ല വൃത്തിയായിട്ട് സ്വർഗ്ഗം. അവിടെ വെച്ച് അവരെ ആ കല്യാണം നടത്തി അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക, ഒരു ദിവസം 1000 സംവത്സരം മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ശ്രീകണ്ഠാപുരം, അത് കഴിഞ്ഞ് ചെറുപുഴ, ഇരിട്ടി കത്തോലിക്ക പള്ളി കാണും, CSI കാണും, ഒരുപക്ഷെ മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ വിഭാഗങ്ങൾ. നല്ലൊരു കല്യാണം നടക്കുമ്പോൾ വരനെയും വധുവിനെയും ഇവിടെ കൊണ്ടുവരും. മദ്ബഹയുടെ മുൻപിൽ നിർത്തും, പാട്ടുകളും സൂക്തങ്ങളും എല്ലാം പാടും. ചില അച്ഛന്മാർ ചില കാര്യങ്ങൾ പറയും. അതിനുശേഷം അവരുടെ കിരീടം വാഴ്വ് അല്ലെങ്കിൽ മോതിരം, മാലകൾ വാഴ്ത്തുന്നതിന് മുമ്പ് അച്ഛന്മാർ ഒരു പാട്ട് ഇങ്ങനെ പാടും. എന്താ പാടുന്നത്? തലകൾ കൈ ഉയർത്തിട്ട് വാനിൽ നിന്ന് ഒരു മകുടം കർത്തൻ കയ്യാൽ അത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു. അപ്പൊ ദാനിയേൽ നീലഗിരി പാസാന്ന് അവിടെ അടുത്ത പാട്ട്, ഏതൻ തോട്ടം നട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. കേട്ടവർക്കായി. നമ്മൾ അവിടെ കേൾക്കാനാ ശവക്കല്ലറയായിരുന്നു ഫേസ്ബുക്ക് അടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. അച്ഛൻ എത്ര നല്ല പാട്ടാ പാടുന്നത്. ഇന്നേക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിന്റെ കരത്താൽ ഏതന്റെ പൂങ്കാവനത്തിനകത്ത് മനുഷ്യകുലത്തെ തക്ക തുണ കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവ കരത്താൽ ഇവർ ആശീർവദിക്കപ്പെടട്ടെ. പെന്തിക്കോസിന്റെ കല്യാണം. സ്വോത്രം. ഭരണം മധു അവിടെ ചെല്ലും, കൊയറുകാടെല്ലാം പാട്ടുപാടും. കുഞ്ഞുങ്ങളുടെ 2 വീട്ടുകാരെ ആൾക്കാർ വചനം പറയും. കർത്തൃദാസൻ ജോസ്വാസ തന്നെ പിടിക്കാൻ കുഴപ്പമില്ലല്ലോ. സ്വോത്രം. നേരെ പിള്ളേരെ കൈ പിടിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയൂല്ല. 2 കരം പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കരമുയർത്തും. മൈക്ക് മറ്റൊരു ദൈവദാസൻ 6000 കൊല്ലങ്ങൾക്കും ഏതന്റെ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദം ഹവ്വ ദമ്പതികളുടെ കുടുംബജീവിതത്തെ സംയോജിപ്പിച്ച ദൈവത്തിന്റെ കരത്താ നിങ്ങളുടെ കുടുംബജീവിതം ഞങ്ങൾ സംയോജിപ്പിച്ച ഒരു പുതിയ കുടുംബത്തിലേക്ക് ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രവേശിപ്പിക്കുന്നു. എവിടെ കേൾക്കാന്? നമ്മൾ ചിക്കൻ കാരി തിന്നാനായിട്ട് ഇരിക്കുന്നു. സ്വോത്രം. എത്ര നല്ല ശുശ്രൂഷയായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇന്നത്തെ കല്യാണം ആര് നടത്തും? ലോസ് ആഞ്ചലസിലേക്കാണ് പോകുന്നത്. എല്ലാവരും കണ്ടോളൂ. ഞാൻ പോയാലും ഓൺലൈനിൽ കണ്ടോളൂ. വിവാഹമോ? ഞങ്ങളില്ല. അമേരിക്കക്കാർ. അമേരിക്കയിലെ 51 സ്റ്റേറ്റിലും ഇന്ന് വിവാഹമില്ല. എല്ലാവരും മനസ്സിലാക്കണം. എന്താണ്ട് ഒന്നിച്ച് താമസിക്കാൻ 2 പെൺകുട്ടികൾ. കണ്ണൂർ ടൗണിനോട് പറയാൻ ബുദ്ധിമുട്ട്. ശ്രീകണ്ഠാപുരത്തോട്, വടക്കൻ പറവൂർ, നമ്മുടെ സ്നേഹിതൻ VD സതീശന്റെ മണ്ഡലത്തിലെ 2 പെൺകൊച്ചുങ്ങൾ ദാ പോയി താമസിക്കുന്നു ബാംഗ്ലൂരിൽ. അവരുടെ പേര് ഇന്നത്തെ ലെസ്ബിയൻ മാരേജ്. നാടൻ കണ്ണൂർ ഭാഷ കുഞ്ഞമാമ ചിന്നമാമയെ കല്യാണം കഴിക്കുന്നു. സ്വോത്രം. തീരാറായി മക്കളെ. അന്ത്യദിനമായി. സൂര്യനും ഇറങ്ങുക. താ കിടക്കുന്നു വിൻസെന്റ് ബ്രൂണോയും. കത്തോലിക്ക സഭയ്ക്കകത്ത് 2 ചെറുപ്പക്കാർ. കണ്ണൂക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ പൊന്നച്ചായന് തോമാച്ചായന് പള്ളി വെച്ച് കല്യാണം. ഗേ മാരേജ്. അടുത്തത് സ്വവർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. ഞാൻ അമേരിക്കയിലേക്ക് പോകാനായി നടക്കുന്നത്. സ്വവർഗ വിഭാഗം ദൈവം ചക്ക വെച്ച കാർമിക നിയമം മാറി. അടുത്തതൂടെ കേട്ടോണോ? യോഗം കഴിഞ്ഞ് പടമെടുത്തു. സ്വവർഗ വിഭാഗത്തിന് US-ൽ പച്ചക്കൊടി. ദൈവം വെച്ച കാർമിക നിയമത്തെ ഈ മനുഷ്യകുലം മാറ്റി എഴുതി. ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. അന്ത്യദിനം. അടുത്തത് ഓസ്ട്രേലിയ. നല്ല ക്രൈസ്തവ രാഷ്ട്രം. അവിടെ സ്വവർഗ വിഭാഗം. സിഡ്നി, പെർത്ത്, മെൽബൺ, അഡ്ലൈഡ്. അവിടെ പോലും സ്വവർഗ വിഭാഗം. അന്ത്യദിനമായി. ദാണ്ട് 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ. നല്ല കാര്യം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നമ്മുടെ ഇവിടെ തന്നെ പഠിക്കാം. നമ്മുടെ ശ്രീകണ്ഠാപുരത്തൊരു പയ്യൻ, അവൻ MSc പഠിക്കുന്നു. ഒരു പെങ്കൊച്ചു കൂടെ MCOM പഠിക്കുന്നു. 2 പേരും 1 വയസ്സിന്റെ വ്യത്യാസം. തലശ്ശേരി ബ്രണ്ണൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടം. വീട്ടുകാരായിട്ട് എന്തോ കല്യാണം നടത്തത്തില്ല. അവർ തലശ്ശേരി കോടതി പോയി. എല്ലാ അമ്മച്ചിമാരും കേട്ടോ, സൗരന്മാരും കേട്ടോ. 5000 രൂപ വക്കീലിന് കൊടുത്താൽ 3000 രൂപ കോടതി ഫീസും വക്കീൽ ഫീസും. 2000 രൂപ വക്കീൽ പിന്നെ കോടതി കൂടെ കെട്ടിവെച്ചാൽ ഒറ്റ ഒരു സാധനം കിട്ടും. അതിന്റെ പേര് ലിവിങ് ടുഗദർ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കേട്ടോ. അവര് നേരെ കണ്ണൂരിൽ നിന്ന് ചാടി. എവിടെ പോയെന്നറിയാമോ? നിലമ്പൂരിൽ പോയി വാടക വീടെടുത്ത്. ഇപ്പൊ പെങ്കൊച്ചും വീട്ടിൽ വരുന്നില്ല, പയ്യനും വീട്ടിൽ വരുന്നില്ല. അവർ 2 പേരുടെയും മൊബൈലുണ്ട്. ശ്രീകണ്ഠാപുരത്തെ അച്ചായനെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് മൊബൈൽ കൊടുത്തു. അവർ തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടു. മണ്ണാമൂലക്കാരെല്ലാം കേൾക്കുന്ന ടെക്നോളജി സൈബർ നോക്കിയപ്പോൾ നിലമ്പൂർ എടക്കരയിൽ അവരുടെ വീടുണ്ട്. അച്ചായനോട് പോലീസ് അധികാരികൾ പറഞ്ഞു രാവിലെ 5 മണിക്ക് വരണം, നമുക്ക് കണ്ണൂന്ന് വണ്ടി ഓടിച്ച് 7:30 ആകുമ്പം ചാടുന്നതിന് വിട്ട് അവിടെ എത്താന്ന്. സ്വോത്രം. 4:30 അച്ചായൻ്റെ വണ്ടി, പോലീസുകാർ അവരുടെ വണ്ടിയായിട്ട് നേരെ ചവിട്ടി
വിട്ട് നിലമ്പൂർ അടക്കര ലൊക്കേഷൻ ചെന്ന് ഒരു ചെറിയ വീട് 4000 രൂപയ്ക്ക് താമസിക്കുക. പയ്യനും പെങ്കൊച്ചും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ട് രണ്ടുപേരും ചായ കുടിക്കുന്ന തമിഴ് പാട്ട് ഉണ്മൈ നമ്പി വന്നേന്ന വെക്കപ്പാടല്ല, എന്തൊരു നല്ല പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഉടനെ പോലീസുകാരൻ അച്ചായനോട് പറഞ്ഞു വണ്ടി കയറാൻ. പയ്യൻ ഒരു പേപ്പർ കൊണ്ടുവന്ന് ലിവിങ് ടുഗദർ സാറിനോട് പറഞ്ഞു, വി ആർ ഗീവിങ് എ ഓപ്പർച്യൂണിറ്റി ദ കോർട്ട് ഓഫ് തലശ്ശേരി ലിവിങ് ടുഗദർ, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം 1 വർഷത്തേക്ക്. സാറിന് ഒരു ചായ കൊടുത്ത് കർ വാപ്പസി. മനസ്സിലാകുന്നവർക്കായി കാര്യം റെഡിയായോ? എൻ്റെ പൊന്നമ്മാമ, ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ യെരൂശലേം പുത്രിമാര്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവാൻ. നാടൻ മാഷെ പറഞ്ഞാല് തൃശ്ശൂർ ഏതാ കണ്ണൂർ ബസ്, പയ്യൻ എവിടെ ഇറങ്ങും? കോഴിക്കോട് ഇറങ്ങും, പെങ്കൊച്ച് തളിപ്പറമ്പിലും ഇറങ്ങും. ഇതുപോലെ ഇറങ്ങുന്ന പരിപാടിയായി. സ്വോത്രം ലിവിങ് ടുഗദർ നിയമം മുഴുവൻ കേരളത്തിൽ മാറി. ഇഷാനും സൂര്യയും വിവാഹിതരായി. അന്ത്യദിനങ്ങൾ ട്രാൻസ്ജെൻഡർ. ദാണ്ട് കോടതി മുറിയിലെ സ്വവർഗ ദമ്പതികൾ, ഇന്ത്യൻ സുപ്രീം കോടതി. നമ്മുടെ കോടതി മുറിയിലെ സ്വവർഗ ദമ്പതികൾ, ഇന്ത്യൻ സുപ്രീം കോടതി. ബാക്കി ശ്രീകണ്ഠപുരത്തിലെ രാഷ്ട്രീയക്കാരും നാട്ടുകാരും കേൾക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 പെൺകുട്ടികൾ, എല്ലാ പെന്തിക്കോസുകാരും കേട്ടോ, 3 പെൺകുട്ടികൾ സുപ്രീം കോടതി പോയി. ജസ്റ്റിസ് TY ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ മുൻപിൽ പറഞ്ഞു സ്വവർഗ വിഭാഗം വേണം. അദ്ദേഹം പറഞ്ഞു പോകാൻ. ഇവർ നല്ല വക്കീലിനെ കൊണ്ടുപോയി നല്ല കാശും കൊടുത്തു. അവർ പറഞ്ഞു 36 രാജ്യങ്ങൾ സ്വവർഗ വിഭാഗം. ക്രിസ്ത്യൻ രാജ്യമായ ഗ്രീസിലെ സ്വവർഗ വിഭാഗം. സാറേ ഇവിടെ സ്വവർഗ വിഭാഗം വേണം. അപ്പൊ ജസ്റ്റിസ് വിചാരിച്ച് ഗ്രീസ് കൊടുത്തുകൂടെ. അത് എഴുതാൻ തുടങ്ങിയപ്പോൾ BJP അവരുടെ സോളിസിറ്റർ ജനറൽ എഴുന്നേറ്റു, സാറേ ശമ്പളം തരുന്നത് ഞങ്ങളാ, പെങ്കൊച്ചുങ്ങളല്ല. ഇന്ത്യയിൽ ഒരു വിഭാഗമേ ഉള്ളൂ, ആർഷഭാരതം. സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. മാറ്റാൻ പറഞ്ഞു. സ്വോത്രം റെഡി ആയില്ല അച്ചായ. പൗലോസ് ഇതാ പറഞ്ഞ അമ്മാമ്മേ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ രേഖകൾ മാറി എഴുതാൻ കാലമായി. അതിനകത്ത് 2 പെൺകുട്ടികൾ, വേറെ മതം. ഒന്നൊരു ക്രിസ്ത്യാനി പെൺകുട്ടി. അവള് ചാനൽ ചർച്ചയ്ക്ക് വന്നിട്ട് ജോസ് പാസ്റ്ററെ പറയോ, ഇനി ഞങ്ങൾ അപ്പീൽ പോകുമെന്ന്. കർത്താവ് വടിയെടുക്കാറായി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതിന്റെ പേരാ സോദോമിന്റെ പാപം, അന്ത്യ ദിവസം. അത് കഴിഞ്ഞ് MP രാജേഷ്, ഞങ്ങളുടെ പുറകെ കൊടി പിടിച്ച ചെറുപ്പക്കാർ, അദ്ദേഹം തദ്ദേശ വകുപ്പ് മന്ത്രി. അദ്ദേഹം പറയുന്ന ചെറുക്കന് പെണ്ണ് എവിടെ ഇരുന്നാലും വേണ്ടിയുള്ള കല്യാണം നടത്താന്ന്. മലയാളം വരൻ പുനലൂർ, വധു ഉക്രൈൻ, കമ്പ്യൂട്ടർ കല്യാണം, ഓൺലൈൻ മാരേജ്. മതിയല്ലോ? സ്വോത്രം. എത്ര ക്ലിയറായി. അന്ത്യദിനമായി. ദൈവം വെച്ച കാർമിക നിയമം ഇവിടെ മാറ്റിക്കഴിഞ്ഞു. പോകാൻ അമേരിക്കയിൽ ലാസ് ഏഞ്ചലസിലേക്ക് ഇന്ന് രാത്രി എല്ലാം ശക്തമായി കേൾക്കണം. അതുകൊണ്ട് ക്ലിയർ ടൈം എടുത്ത് 1991 ബിൽ ക്ലിന്റൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 1ാമത്തെ നിയമം കൊണ്ടുവന്നു, സ്വവർഗ വിഭാഗം. അന്ന് സകല പാസ്റ്റർമാരും അച്ഛന്മാരും ചെന്ന് ബിൽ ക്ലിന്റനോട് പറഞ്ഞു, സാറേ നമ്മുടെ ഡോളറിനകത്ത് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, വി വിൽ ട്രസ്റ്റ് ഇൻ ഗാഡ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നിയമം കൊണ്ടുവരരുത്. പക്ഷെ ക്ലിന്റൺ കൊണ്ടുവന്നു. അന്ന് മുതൽ അമേരിക്കയിൽ കാറ്റടിക്കാൻ തുടങ്ങി. ആ കാറ്റിന്റെ പേര് റീത്ത, കത്രീന, വിൽമ, ഫ്ലോറൻസ്, ലോറൻസ്. പറഞ്ഞുതരാം. നിങ്ങളുടെ തൊട്ടടുത്ത് കണ്ണൂർ മൂർഖൻ പറമ്പ് വിമാനത്താവളം. ഇവിടുന്ന് ഒരു വിമാനം പറന്നുയരും. 33,000 അടിയിലാണ് പറക്കുന്നത്. അമേരിക്കയുടെ ഇതിന്റെ ബേസ് സംഘടന, അമേരിക്കയുടെ സ്പേസ് സംഘടന നാസ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ക്യാമറ ഉണ്ട്. അത് കാണാൻ പറ്റും. ഇവിടെ അടുത്ത് സ്കൂളുണ്ട്. +2 സ്കൂളിലെ സാറന്മാരോട് എൻ്റെ കൂടെ പേരും പറഞ്ഞാൽ മതി. ഞങ്ങൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ബട്ടർഫ്ലൈ എഫക്ട്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പൊങ്ങുന്ന ഒരു വിമാനത്ത് ന്യൂയോർക്കിലെ കെന്നഡി എയർപോർട്ടിനകത്ത് സാറ്റലൈറ്റ് അഥവാ അന്തരീക്ഷത്തിൽ നാസയുടെ ഉപഗ്രഹം വഴി കാണാം. വിമാനത്തെ കാണാൻ പറ്റത്തില്ല, അതിന്റെ എഫക്റ്റിനെ കാണാം, ബട്ടർഫ്ലൈ എഫക്ട്. പക്ഷേ ഇത്രയും കമ്പ്യൂട്ടറുള്ള അമേരിക്കയ്ക്ക് കാറ്റ് വന്നത് കാണാൻ കഴിഞ്ഞില്ല. എന്താ മാമേ കാണാൻ കഴിഞ്ഞത്? ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ. മനസ്സിലാകുന്നവർക്ക് യഹോവ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. 2ാമത്തെ കാര്യം 1991 വീണ്ടും ബിൽ ക്ലിന്റൺ ഒരു കാര്യം കൊണ്ടുവന്നു. ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനുള്ള ലൈസൻസ്. നാട്ടുകാർ കേട്ടെ, എന്താ ലൈസൻസ്? ഇന്ന് രാത്രി സജു ചാത്തന്നൂർ കാസർഗോഡ് സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അമേരിക്കക്കാണ്, ചോദിച്ചാൽ മതി. 75 കോടി കുഞ്ഞുങ്ങളെ വയറ്റിനകത്ത് വെച്ച് കൊന്ന ലോകരാഷ്ട്രമാണ് അമേരിക്ക. സ്വോത്രം. അതിനാസ്പദമായി ഇന്ന് 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു സഹോദരിക്ക് വേണ്ടെങ്കിൽ വയറ്റിട്ട് ഞെക്കിയിട്ട് ആശുപത്രി ചെന്നിട്ട് പറയും കുഞ്ഞ് ചത്തുപോയി, സർജറി, കേസുമില്ല, കാര്യമില്ല. ഇന്ന് രാത്രി പരസ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കൾ പലരും അമേരിക്ക കൂടാതെ കാനഡ പട്ടണങ്ങൾ ടൊറന്റോ ഉണ്ട്, ആൽബർട്ട ഉണ്ട്, വാൻകൂവർ ഉണ്ട്, അത് കഴിഞ്ഞ് നയാഗ്ര ഫാൾസ് ഉണ്ട്. കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ ചാടുന്ന പോലെ ബസ് പെർമിറ്റ് എടുത്ത് അപ്പുറം ചാട്. ഞാൻ പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞു, സാറ് തീർത്തു പറയണം, മലയാളി പെൺകുട്ടികൾ വേദനയോടെ പറയോ, ഇവിടെ പഠിക്കാൻ വന്നവർ പലരും ഗർഭം ധരിച്ചിട്ട് അബോർഷൻ ചെയ്യാൻ കോയമ്പത്തൂർ ചാടുന്ന പോലെ കാനഡ എന്ന് മതിലി ചാടുന്നെന്ന്. കേരളം പച്ചയ്ക്ക് കേട്ടോ. ഇവിടെ കണ്ണൂരിൽ ബിവറേജസേ ഉള്ളു. അവിടെ 25 ഗ്രാം മയക്കുമരുന്ന് നമ്പർ കൊടുക്കുന്നവന് കൊടുക്കുന്നത്. അവിടം വരായി മക്കളെ അധർമ്മം പെരുകി, പാപത്തിന്റെ പ്രവർത്തികൾ. ഒരു കാലത്ത് നല്ല ക്രൈസ്തവ രാഷ്ട്രങ്ങൾ, ഇന്ന് രാത്രി. അതുകൊണ്ട് ആര് അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ. 2ാമത്തെ കാര്യം കേട്ടാട്ടെ, വീണ്ടും ബിൽ ക്ലിന്റൺ കൊണ്ടുവന്നത് ഉള്ളത്തിൽ ഒരു
ഒഴിവാക്കാൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വളരെ റെസ്പെക്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ആ നിയമം കൊണ്ടുവരരുത്, ബൈബിൾ ഏറ്റെടുക്കണം, മക്കളെ യഹോവ തരുന്ന ദാനം ഉദരഫലം യഹോവയുടെ പ്രതിഫലം, അയ്യോ കുഞ്ഞുങ്ങളെ ലൈസൻസ് ചെയ്യാൻ കൊടുക്കരുത്. അങ്ങനെ കൊല്ലാൻ കൊടുത്തപ്പോൾ അമേരിക്കയെ ദൈവം ന്യായം വിധിച്ചു. ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരത്ത് 14ാമത് വാർഷിക കൺവെൻഷൻ നടക്കുമ്പോൾ അമേരിക്കയിൽ എന്തായെന്നറിയാമോ? ഇന്ന് രാത്രി 37 പരം ബാങ്കുകൾ പൂട്ടിക്കഴിഞ്ഞു. അമേരിക്കയിലെ JP മോർഗൻ നമ്പർ 1, അടുത്ത ഇൻവെസ്റ്റ് ബാങ്ക് അമേരിക്ക, അത് കഴിഞ്ഞിട്ട് ട്രേഡ് യൂണിയൻ അമേരിക്ക, എല്ലാ ബാങ്കുകളും പൂട്ടിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രം. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞു അമേരിക്കക്കാർ നല്ലവരാണ്, അമേരിക്ക എന്ത് നല്ലവർ. ട്രംപ് വന്നപ്പോൾ എല്ലാ പെന്തിക്കോസുകാരും പറഞ്ഞു ഞങ്ങളുടെ രക്ഷകൻ വന്നെന്ന്. ഫേസ്ബുക്കിൽ പോസ്റ്റ്, യൂട്യൂബിൽ പോസ്റ്റ്, എല്ലായിടത്തും പോസ്റ്റ്. സ്വതന്ത്രം വന്നപ്പോൾ ഒരു കാര്യമാണ് ചെയ്ത, സർദാക്കന്മാരുടെ കാലെ കെട്ടി കന്നാലേ കടത്തി. മനസ്സിലാകുന്നവർക്ക് സ്വതന്ത്രം. ട്രംപ് വന്ന പെന്തിക്കോസുകാരുടെ കാര്യത്തിനല്ല. ട്രംപ് വന്നതെന്താ? ഇന്നത്തെ ഇസ്രയേലിനെ നിലനിർത്തണമെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരണം. അതുകൊണ്ടാണ് സ്വർഗം ട്രംപിനെ കൊണ്ടുവന്നത്. യോബിനകത്ത് അവൻ എഴുതിയിട്ടുണ്ട്, അവൻ ബലശാലികൾ തന്റെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ കൊണ്ടുവരും. അതുകൊണ്ട് ട്രംപിന് ഒരു അവസരവും കൊടുത്ത്. അതുകൊണ്ട് പെന്തിക്കോസുകാർ, IPCക്കാർ, ചാരംകാരും ഒന്നും പോഷിട്ട് കാര്യമില്ല. പിന്നെന്താ കാര്യം? ഇന്ത്യക്കാരെല്ലാം കയറ്റിവിടാൻ പോവാ. നാളെ 18,000 വിടുവെന്നാ പറഞ്ഞ 2 വിമാനം വന്നു. എൻ്റെ വളരെ സ്നേഹിതനായ ശശി തരൂർ MP തിരുവനന്തപുരം പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ശശി തരൂർ സാറിനോട് ചോദിച്ചു, സാറ് 18,000 ഇന്ത്യക്കാർ മാത്രമേ ഒരു രേഖയില്ലാത്ത? പുള്ളി പറഞ്ഞ് പാസ്റ്ററിന് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്. എന്നോട് ചോദിക്കുന്നു, പ്രസംഗിക്കാൻ പോയ പാസ്റ്റർമാരും അവിടെ കിടപ്പുണ്ടെന്ന്, പാടാൻ പോയവരും ഉണ്ടെന്ന്, കഥകളിക്കാരും അവിടെ കിടപ്പുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. 6 മാസം പോയവർ. എന്നിട്ട് പുള്ളി ഒരു തമാശ പറഞ്ഞു, പാസ്റ്റർ തിരുവനന്തപുരം പട്ടണത്തിൽ കൂടെ RC ബുക്ക് ഇല്ലാത്ത എത്ര വണ്ടി ഓടുന്നു. മനസ്സിലാകുന്നവർക്കായി കമ്പ്യൂട്ടറിൽ 18,000 എല്ലാം ഇനി വരുമെന്ന്. സ്വോത്രം. അതുകൊണ്ട് പെന്തിക്കോസുകാരും സന്തോഷിക്കേണ്ട. ട്രംപ് വന്നത് ഇസ്രയേലിന് വേണ്ടിയാ. പിന്നെ ട്രംപിന്റെ 5 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, അവൻ എവിടെ ചെന്നാലും യേശു രക്ഷകനെന്ന് പറയും. സന്തോഷമില്ലല്ലോ സ്വോത്രം. അയ്യോ നമ്മളിപ്പം മിണ്ടാതിരുന്ന ദൈവം എന്ന് പറഞ്ഞു, കവലെ പോലും മിണ്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം ട്രംപ് പറയുന്നത്, കേക്കമ്മ ഇതൊക്കെ വചനം. എന്താ ട്രംപ് പറയുന്നത്? അവൻ എവിടെ ചെന്നാലും പറയുന്നത്, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയെന്ന്. ഇന്ന് കണ്ണൂരിലും ചെറുപുഴയും തലശ്ശേരി ആലക്കോട് ചെങ്ങളായിലും ആരൊക്കെയോ കണ്ണുനീരിനകത്ത് പ്രാർത്ഥിച്ചത് കൊണ്ടാ മകനെ മകളെ ഒരു വീട് നമുക്ക് കിട്ടിയത്. പഴയ കാലത്ത് അപ്പച്ചന്മാര് കഞ്ഞി വരച്ചീന് ചക്കയും ചേമ്പും കഴിച്ചപ്പോൾ പറഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി കിട്ടണം. അവരുടെ കണ്ണുനീർ കൊണ്ടാ നിന്റെ മക്കൾ അമേരിക്കയിലും UK പോയി ഇന്ന് പടപട ഓൺലൈൻ ട്രാൻസ്ഫർ ആക്കുന്ന കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ടാ കുഞ്ഞെ അൽപകാമം പൊരിച്ച കോഴി കീശേരണ്ട് ATM കാർഡും കിട്ടിയത്. പെന്തിക്കോസുകാരടുത്ത് പച്ചയ്ക്ക് പറയാം, നമുക്ക് കിട്ടിയ വഴികളെ മറക്കരുത്. എന്ന് രാത്രി നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു നല്ല വീട് കിട്ടിയെങ്കിൽ, നല്ല കാറ് കിട്ടിയെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വെളിനാട്ടിൽ പോയെങ്കിൽ, നിന്റെ കഴിവല്ല മെടുക്കല്ല സഹോദരി, നിനക്ക് വേണ്ടി രാത്രിയിലും പകലും കണ്ണുനീരോടെ കരഞ്ഞ അപ്പച്ചന്റെ അമ്മയുടെ കണ്ണുനീരിന്റെ മഹത്വമാ ഈ രാത്രി നമ്മുടെ കുടിലുകളിൽ കാണുന്ന. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മൂന്നാമത്തെ കാര്യം, ട്രംപിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ ക്യാബിനറ്റ് തുടങ്ങുന്നതിന് മുൻപിട്ട് 2 മിനിറ്റ് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭായോഗത്തിൽ 10 മണിക്ക് പാട്ട്, 12:30 വഴി ചാട്. സ്വോത്രം. ഒന്ന് കുഞ്ഞമ്മാമ കണ്ണാടി ഊരുമ്പോൾ മനസ്സിലായിക്കോണം സഭായോഗം നിർത്തിക്കോണം. സന്തോഷമില്ലല്ലോ. അവറാച്ചാൻ ബൈബിള് പേജ് ബാഗ് കയറ്റുമ്പോൾ അതായി. പക്ഷെ അമേരിക്കയിൽ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നവൻ 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പേപ്പർ പിടിക്കാവൂ. സ്വോത്രം. എത്ര സന്തോഷം. അതിനൊക്കെ നമ്മൾ ട്രംപിനെ പറയാം. പിന്നെ 4ാമത്തെ കാര്യം, ട്രംപ് ഒരു കാര്യം ചെയ്തു. 50,000 ബൈബിൾ വീതം സ്കൂളിൽ അടിച്ചു വെച്ച് കഴിഞ്ഞു. സ്വോത്രം. ഓരോരുത്തർക്ക് എടുത്തുകൊണ്ട് പോവാ. അമേരിക്ക പച്ചയ്ക്കാൻ പറയാ. 5ാമത്തെ കാര്യം, ട്രംപ് പറഞ്ഞു ലോകത്തോട്, ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. കരമുയർത്തുന്നവർക്ക് സ്വോത്രം. അവിടം വരെ എത്തിയെന്ന കണ്ണൂക്കാര്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരാ അമേരിക്കക്കാരനാണോ? ഭാഗ്യവാന്മാർ. അവിടെ ബാങ്കുകളെല്ലാം പൊട്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹല്ലേലൂയ, നിങ്ങളുടെ സ്ഥലത്ത് തന്നെ എവിടെങ്കിലും തലശ്ശേരിയിൽ 10 ഏക്കർ റബ്ബറുള്ള അച്ചായനാണോ? ഭാഗ്യവാൻ. ചൂടുകൊണ്ട് റബ്ബറിന്റെ ഇലയും പോയി പട്ടയും പോയി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇന്ന് രാത്രി ഗൾഫിലുള്ള സുഹൃത്തുക്കളാണോ? സൗദി അറേബ്യ നിയമം കഠിനമാക്കുന്നു, ഗൾഫിൽ ജോലി കുറയുന്നു. ആരാ ഇന്നത്തെ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? തലശ്ശേരിയിലും ചെറുപുഴയിലെ എസ്റ്റേറ്റുള്ള അച്ചായനാണോ ഭാഗ്യവാൻ? അല്ല ഗൾഫിലുള്ള ചെറുപ്പക്കാരനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാനാ. ഇന്ന് രാത്രി ഒരു കൂട്ടം ഭാഗ്യവാന്മാർ 14ാമത് സെൻട്രൽ കൺവെൻഷൻ ഇവിടെ മുട്ടുമടക്കുന്നു. അവരുടെ പേരത്ര ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരം പട്ടണത്തിനോട് കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. ലോക രാജ്യങ്ങൾ അസ്തമിക്കാറായി. നാഥന്റെ വരവിന്റെ ചിലമ്പ്
നിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഒരുവൻ ഭരണത്തിൽ വന്നാൽ he will take it the land ആണ്. മോൻ വായിച്ചാട്ടെ ദാനിയേൽ പ്രവചനം 7:25. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ദാനിയേൽ പ്രവചനം 7:25 വായിക്കാം. ദാനിയേൽ 7:25 വായിച്ച് സഹായിച്ചാട്ടെ. അവൻ നിയമത്തെ കയ്യിലെടുക്കും. വായിക്കാം. അവൻ അത്യുന്നതനായവന് വിരോധമായി ഏദന്റെ പൂങ്കാവനത്തിൽ ആദ്യത്തെ കല്യാണം നടത്തിയ സർവശക്തന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും സമയങ്ങളെയും ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്ത് ലാൻഡ് ഓർഡർ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്തത് കാലവും കാലങ്ങളും. കാലം 7 കാലാംശം ദൈവസഭ എടുക്കപ്പെട്ട 3:30 ബാക്കി വായിച്ചാട്ടെ. അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. കരം ഉയർത്തുന്നവർക്കായി അവൻ വരുന്നതിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ശ്രീകണ്ഠാപുരത്ത് വരുന്നതിന് മുമ്പ് ഷാഡോ പോലീസും പോസ്റ്ററുകളും എല്ലാം വരുന്നത് പോലെ നിയമം അവന്റെ കയ്യിലേക്ക് വരാൻ പോന്നു. തീർന്നില്ല. അടുത്തത് 2ാമത്തെ വാക്യം. നല്ല കാലമാണോ? യെശയ്യാ പ്രവചനം 3:12. ഇന്നത്തെ മലയാള മനോരമയിലെ വാർത്തകൾ വായിക്കാം. യെശയ്യാ പ്രവചനം 3:12 വായിച്ചാട്ട്. എന്റെ ജനം ഇന്ന് എവിടം വരെ എത്തി? നിയമം മാറിയോ? വായിക്കാം മോനെ. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ച് സഹായിക്കാം. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ദാ കിടക്കുന്ന കുട്ടികൾ. കേരളത്തിൽ 400-ൽ പരം പോക്സോ കേസ് 2 മാസം. മോൻ അവിടെ ബാക്കി മാറ്റല്. ഇന്ന് രാത്രി കേട്ടോണം. എന്താ ഈ അടുത്ത സമയങ്ങളിൽ നടന്നില്ലേ? പിഞ്ചു കുട്ടികൾ. തിരുവനന്തപുരത്ത് 2 വയസ്സുകാരി ദേവനന്ദ 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കിണറ്റിലേക്ക് രാത്രിയിൽ എറിഞ്ഞു. പിഞ്ചു കുഞ്ഞിന്. അത് കഴിഞ്ഞിട്ട് നാട്ടുകാർ കേൾക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ വൈറ്റില വെസ്റ്റ് ബന്ധക്കോസ് കൺവെൻഷൻ പോയപ്പോൾ ഞാൻ കരഞ്ഞുപോയി. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഭർത്താവ് കളഞ്ഞിട്ട് പോയെന്നും പറഞ്ഞ് കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആമസോണിന്റെ കവറിനകത്ത് വൈറ്റിലേക്ക് എറിഞ്ഞ മലയാളി തീരാൻ പോകുന്നു. അടുത്തത് കേൾക്കണം. നാട്ടുകാർ പത്രം വായിച്ചാട്ടെ. കളമശ്ശേരിയുടെ പ്രത്യേകത, ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി 1.5 വയസ്സുള്ള മോൻ ധാരിക്കും നമ്മുടെ കുഞ്ഞുമോന്റെ കണക്കിരിക്കുന്നു. അവനെ ഉണ്ടായിരുന്നു. അവൾക്കൊരു കാമുകനെ കിട്ടി. അമ്മമ്മ ഒരു ടോർപ്പിട വെച്ചവൾ. ഈ കുഞ്ഞിനെ കൊന്നാൽ നിന്നെ ഞാൻ ഭാര്യയാക്കാം. അവൾ ഒരു കാര്യം ചെയ്തു. വീട്ടിന്റെ കഥകിനകത്ത് ഞെരിച്ച് കുഞ്ഞിന്റെ തല ഞെരിച്ചു. കാറ്റ് പോയി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവർ കണ്ടു. അവർ പോലീസിനെ വിളിച്ച് അവർക്ക് പിടികിട്ടി. അവർ കഴുത്ത് ഞെരിച്ചാണ്. അവസാനം ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി 1.5 മാസം ഫ്രീസറിൽ. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ IPS കാരൻ പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. പത്രത്തിൽ അപ്പന്റെ നമ്പരും കൊടുത്ത് കിട്ടിയില്ല. 1.5 മാസം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ പെട്ടി മേടിച്ച് ഞാൻ അടക്കാം. അദ്ദേഹം സ്വന്തം പൈസ കൊടുത്ത് പെട്ടി മേടിച്ചു. അതിനകത്തൊരു വാക്യം എഴുതി വെച്ചു, മകനെ വിടാ. അതിനകത്ത് സൂര്യനെ പോലെ മുഖമുള്ള ഈ കുഞ്ഞിന്റെ ഡെഡ് ബോഡിക്കകത്ത് 3 കളിപ്പാട്ടവും കൂടെ. എവിടം വരായി അമ്മാമേ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. തീർന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ഇന്ന് പത്രത്തിൽ മാളെ ഒരു കൊച്ചു പയ്യനെ കൊന്നില്ലേ? തിരുവനന്തപുരം പൂവാർ 1500 രാത്രികളിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുഴുവൻ കവലകൾ തോറും പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി സിയാസ് അദ്ദേഹം എന്നോട് ഒരു ദിവസം യാത്രയെ വിളിച്ച് പറയാ, പാസ്റ്ററെ കർത്താവ് വരാറായി. ഞാൻ ചോദിച്ചു, സാറിന് ദർശനം കിട്ടിയോ? അല്ല, 9 മാസവും 9 ദിവസവും 9 പിന്നാടിയെ നൊന്ത് പ്രസവിച്ചതിന് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കാശാക്കുന്ന കേരളത്തിലെ അമ്മമാർ എവിടം വരെ എത്തി? 1 കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. പോസ്കോ ഒരു ഗവൺമെന്റിനെ കുറ്റം പറയരുത്. 2 സ്ത്രീകൾ. വായിച്ചാട്ട് മോനെ. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന അടുത്തത് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന അടുത്ത വാക്ക് സ്ത്രീകൾ അവരെ വാഴുന്നു. വാക്യം മാറ്റല്. കയ്യിൽ തന്നെ പിടിച്ചോണോ. സ്ത്രീകൾ അവരെ വാഴുന്നു. ഇവിടെ ഈ നടിമാരുടെ പ്രശ്നം വന്ന് എനിക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നയോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടാ സഖാവ് പിണറായി പുറത്തു വിടാത്തത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടാൽ ലോകം ഞെട്ടിപ്പോകും, നാണം കെട്ടുപോകും. ഇവിടുത്തെ സിനിമയിൽ അനുഭവിക്കുന്ന സിനിമാ നടികൾ, സീരിയൽ താരങ്ങൾ, ഹേമ കമ്മിറ്റിക്ക് കൊടുത്തേക്കുന്ന സ്വന്തം അമ്മമാർ ശരീരത്തെയും മക്കളെയും വിറ്റ് കാശ് മേടിക്കുന്നു കേരളം. അതാ സീരിയൽ സിനിമയും. അതുകൊണ്ടാ കേരളക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിണറായി പുറത്തുവിടാത്തത്. പറയാം അവരുടെ മൊഴി. ഹേമ കമ്മിറ്റിനകത്ത് നല്ല കാലം അമ്മമ്മ എവിടം വരത്തെ കേരളവും. അടുത്തത് എന്റെ ജനമോ. അടുത്ത വാക്കൂടെ എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. ആ ജനം മുഴുവൻ വഴിതെറ്റിപ്പോന്ന കാലം. കഞ്ചാവ്, MDMA, മയക്കുമരുന്ന്, ഹൈബ്രിഡ് കഞ്ചാവ്. ഇങ്ങനെ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ? സർവ മത സന്തോഷമുള്ള ഓണവും ഉത്സവവും വിഷു റംസാനും ഒക്കെ ആലോചിച്ച് ചായയും കടലയും മേടിച്ചു കൊടുത്ത് കയ്യോടെ പ്രൈസ്തലോട് കൊടുക്കുന്ന ഒരു കേരളത്തിനകത്ത് ഇന്നത്തെ നിയമം മുഴുവൻ മാറി. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഈ രാത്രി പറ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നു. ശ്രീകണ്ഠാപുരമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു ഈ കാലത്തെ പറ്റി പൗലോസ് എന്ത് പറഞ്ഞു? ബൈബിൾ
ബൈബിൾ എടുത്താട്ടെ, അവസരങ്ങൾ പാഴാക്കരുത്. എഫേസ്യ ലേഖനം 5:15-16 2025 കൺവെൻഷൻ 2025 ആനുവൽ കൺവെൻഷൻ വായിക്കാൻ മോനെ. എഫേസ്യർ 5:15-16 വായിച്ചാട്ടെ. ആകയാൽ വായിച്ചോ. എഫേസ്യ ലേഖനം 5:15-16 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. ഇന്ന് ശ്രീകണ്ഠാപുരത്തോട് ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കിയാൽ. അടുത്ത വാക്ക്, ഇത് ദുഷ്കാലമാകയാൽ കരവും ഉയർത്തിയാട്ടമ്മ. ക്ലിയർ ആയില്ലേ ഇപ്പം ബൈബിൾ? ഇത് ദുഷ്കാലമാകയാ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കരം ഉയർത്തുന്നവർക്കായി. ശ്രീകണ്ഠാപുരംകാരുടെ ഭാഷ കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴി. ശ്രീകണ്ഠാപുരത്ത് വത്സല ചേച്ചി ഇനി പത്തായത്തിന്റെ കത്തിയെടുക്കാൻ നിൽക്കത്തില്ല. അരകല്ലിന്റെ അവിടെ കൊച്ചു പിച്ചാത്തി ഗിരിലെ കൂടെ എടുത്തിട്ട് എറിഞ്ഞ് കോഴിയെ തീർക്കുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. കരം ഉയർത്തുന്നവർക്കായി. കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരം ടൗണിനോട് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 1.5 ഏകനാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി തായെ തകർപ്പരെ തമ്പി തങ്കച്ച് இந்த உண்மையான நல் செய்தி கூட்டங்கள முதலாவது இரவு நீ எங்க கூட போவாது. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച യേശു എൻ രക്ഷകൻ, യേശു എൻ കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുക. എന്റെ കാന്തൻ മടങ്ങി വരാറായി. മലബാറ്, കണ്ണൂര്, കാസർഗോഡ് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ലോസ് ആഞ്ചലസിലേക്ക് 4 വാക്യം കഴിയുമ്പോൾ ഇത്തരം പേരെ തന്നെ കിട്ടാൻ പാടാ. നല്ല അന്തരീക്ഷം കർത്താവ് തന്നതിനായി ദൈവത്തെ സ്തോത്രം. ഇന്ന് രാത്രി ഇത്തരം പേരെ കിട്ടാൻ പാടാ. ഇന്ന് രാത്രി എന്താ അമേരിക്ക ലോസ് ആഞ്ചലസിലെ തീപിടുത്തം പറഞ്ഞു തരാം. അമേരിക്ക 2024 വാക്യം മോൻ എടുത്തു വെച്ചിരിക്കണം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ ഹോളിവുഡ് സിനിമാ താരങ്ങളുടെ അവാർഡ് എല്ലാവരും കേട്ടോ. ജനുവരി 4 2 ചുട്ടിപ്പാവാടെ കൊടുത്ത പെൺകൊച്ചുങ്ങൾ ട്രോഫി കൊടുത്തിട്ട് പറയാ മൈക്കി കൂടെ, ഹൂ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോർഡ്. ആരാ പറഞ്ഞ? ദൈവ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെന്ന്. സ്വോത്രം. ദാറ്റ് ഈസ് എ ഫിനോമിന. സ്വർഗത്തിന്റെ വടിയെടുത്തു 48 മണിക്കൂർ കൊണ്ട്. ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ 48,000 ഏക്കർ അമേരിക്കയിൽ കത്തി. അത് കഴിഞ്ഞതിന് ശേഷം എത്ര? 28,000 വീടുകൾ പോയി. 38 പേർ തീക്കകത്ത് വെന്ത് മരിച്ചുപോയി. അമേരിക്ക ലോസ് ആഞ്ചലസ്. ഇസ്രയേലിന്റെ സ്കൂപ്പർ വിമാനം വന്ന് രക്ഷപ്പെടുത്തിയത്. അമ്മാമ്മ നാഥൻ പറഞ്ഞ പതന് ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ. ക്ലിയർ ആയില്ലയോ? ദൈവത്തിന്റെ ക്യാമറ ഇറങ്ങി. അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നിട്ട് 2 പേര് പറഞ്ഞു ഞങ്ങൾ സോദോമിലേക്ക് പോവാം. അപ്പൊ അബ്രഹാം പറഞ്ഞു നമ്മുടെ ഒരു ചെറിയ ചാപ്പൽ വർക്കുണ്ട്. വാട്സപ്പ് നോക്കി, പാസ്റ്റർ ലോത്തുമില്ല, തമ്പേറുമില്ല, സഭ പൂട്ടി കിടക്കുക. സന്തോഷമില്ലല്ലോ, കര ഉയരുന്നില്ലല്ലോ അമ്മാമ്മ. നാടൻ ഭാഷ ഇംഗ്ലീഷ് പറഞ്ഞ കാര്യമല്ല. സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് സഭയെ പ്രതിപക്ഷമില്ല, കമ്മിറ്റിയില്ല, അസോസിയേറ്റ് പാസ്റ്റർ ലോത്തും പോയി തമ്പേറും കാണാനില്ല. സ്വർഗ്ഗം ആദ്യം ടോർച്ചടിച്ച് 5. അബ്രഹാം ചോദിച്ചു 3. ലാസ്റ്റ് വിചാരിച്ചു 1. സ്വോത്രം. ഒന്നുമില്ല. സ്വോത്രം. ദൈവദാസന്മാർ നേരെ ലോത്തിന്റെ വീട്ടിൽ പോയി. സോദോമിനകത്ത് അബ്രഹാം പറഞ്ഞു പണ്ട് കുമ്പനാട്ട് കൺവെൻഷൻ വന്ന ഗുഡ് ന്യൂസ് സ്റ്റാളിൽ നിന്നത് അവനെ ഓർക്കണം. മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. ഇത്രയൊക്കെ മതി. സ്വോത്രം. ലോത്തിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ അച്ചായന്മാരുടെ കണക്കാ. സ്വോത്രം. ഇപ്പൊ ലോത്ത് പട്ടണവാദിക്ക അമ്മാമ്മയാണല്ലോ അധികാരം. പാസ്റ്റർമാരോട് പറയാ, ഭാര്യമാരോട് സഹനത്തോട്. ഞാൻ സഹിതം പേടിച്ചൊക്കെയാ നിൽക്കുന്ന, അറിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ കാര്യം കൈവിടപ്പെട്ടു പോകും. സ്വോത്രം. അതുകൊണ്ട് വളരെ ക്രിയ അമ്മമ്മയാണ് വീട്ടിലെ കാര്യം ചെയ്യുന്നത്. അവിടെ ചെന്ന് ദൈവദാസന്മാർ 4 കാര്യം പറഞ്ഞു. ലോത്തെ, പർവ്വതത്തിലേക്ക് ഓടണം, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം. അതിനുശേഷം തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ നമ്മുടെ ശ്രീകണ്ഠാപുരത്തും കാസർഗോഡും പയ്യന്നൂരും ഒക്കെ കരിപടകം ബന്ധെടുക്കുക എല്ലാം വന്ന് അന്ത്യകാലമൊക്കെ കേട്ടതാ. ലോകത്തിന് കാര്യം പിടികിട്ടി. കുഞ്ഞുങ്ങളോട് പറഞ്ഞു ചുരിദാർ തേക്കാനൊന്നും സമയമില്ല, പടപടായിട്ടോളാൻ പറഞ്ഞു. സ്വോത്രം. അമ്മാമ്മയോടും പറഞ്ഞു കമാൻഡർ ജീപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും, നേരെ നമ്മൾ സോവേറിലേക്ക് ബോർഡും വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ സ്വോത്രം പിള്ളേരെങ്ങനെങ്കിലും കയറി. അമ്മാമ്മ ഒരു പരുവത്തി എങ്ങനെങ്കിലും ഇത് കയറ്റി. പക്ഷെ അമ്മാമ്മ ഒരു കാര്യം തെറ്റിച്ചു. 4 കാര്യം. 1, നമ്മുടെ കല്യാൺ സിൽക്കിൽ നിന്ന് മേടിച്ച സാരി മലബാർ റീജിയൻ കൺവെൻഷന് വേണ്ടി ഉടുക്കാൻ വെച്ചിരുന്ന സ്പ്രേ റെഡി ആയില്ല. 2, 8 ചിക്കൻ കാല് വെച്ച് 65 ഉണ്ടാക്കി 6 വിസിലടിച്ചു, റെഡി ആയില്ല. അത് കഴിഞ്ഞിട്ട് തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്ന് ഐസ്ക്രീം നാക്കിക്കൊണ്ടിരുന്ന അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഒരു ആപ്പിളിൻ്റെ ഐഫോൺ കിട്ടിയപ്പോൾ വൈഫൈ വെച്ച് ട്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സ്വോത്രം. പാൻ പറ്റുമോ? നോട്ടം മുമ്പോട്ടും ഓട്ടം പുറകോട്ടും. അമ്മമ്മ അങ്ങോട്ട് ചവിട്ടി വിട്ട് ഏകദേശം സോവേർ എടുക്കാറായി. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലശ്ശേരിയൊക്കെ അടുത്ത ബോർഡറിൽ കയറായപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് ചവിട്ടി ചാച്ച എന്ന് പറഞ്ഞ. സ്വോത്രം. ഒറ്റ ചാട്ടം ബാക്കിലോട്ട് ഉപ്പ് തൂൺ
ലോത്ത് നോക്കിയപ്പം ക്യാമറ കൂടെ അവളെ പുതുണായി പോയവടെ വഴി ഫസ്റ്റ് ഗിയർ ഇട്ട് ഒറ്റപ്പോക്ക്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ലോത്ത് സോവേറിൽ ഇറങ്ങിയതിന് ശേഷമാ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ തൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലെത്തിയതിന് ശേഷമേ ഇവിടെ ഒരു യുദ്ധമുണ്ടാകത്തുള്ളൂ. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അമേരിക്കയുടെ സുവിശേഷകൻ ബില്ലി ഗ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. സോദോമിനകത്ത് ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങിയെങ്കിൽ ഇസ്രയേലിനകത്ത് ന്യായവിധി ഇറങ്ങിയാൽ അമേരിക്കയെ ദൈവം ന്യായം വിധിക്കും. ഇല്ലെങ്കിൽ അമേരിക്കയിൽ പോയി ദൈവം കരയണം, ഞാൻ തെറ്റതെന്ന്. സോദോമിൽ പോയി കരയണം. അങ്ങനെ മാപ്പ് പറയുന്നവനല്ല ദൈവം. അതാ 2025 നമ്മുടെ കൺവെൻഷന്റെ പോസ്റ്റ് അടിച്ചപ്പോൾ ജനുവരി 5 തീയതി മുതൽ 48 മണിക്കൂർ അമേരിക്കയിൽ തീ. ആകാശത്തിന്റെ 1ാമത്തെ തട്ടിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ആ തീ ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും എവിടെ ഇറക്കി? സോബേറിൽ ഇറക്കിയതുപോലെ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ മധ്യാകാശത്തിൽ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്കായി യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവേ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സോദോമിനകത്ത് തീ ഇറങ്ങുന്നത് ഒരു കുഞ്ഞും കണ്ടില്ലെങ്കിൽ ലോത്തിനെ ഒഴിച്ചു മാറ്റിയാൽ വിടുന്ന ഒരു കൂട്ടത്തെ ഒഴിച്ചു മാറ്റും. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ അങ്ങനെ അങ്ങ് ബൈബിളിനകത്തുണ്ടോ? സ്വർഗം സോദോമിനകത്ത് തീ ഇറക്കും. വായിക്കാം എബ്രായ ലേഖനം 12:29 അന്ത്യകാല സന്ദേശം എടുത്തിട്ട് മക്കളെ. എബ്രായ ലേഖനം 12:29 വാക്യം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തുന്നവർക്കായി അനുഗ്രഹത്തിന്റെ മാത്രമല്ല മറുതലിക്കുന്നവന്റെ മേൽ ന്യായവിധി നടത്തുന്നവനാ ദൈവം. നമ്മുടെ ദൈവമോ ദഹിപ്പിക്കുന്ന അഗ്നി. 3 വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കും. ശ്രദ്ധയോടെ നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. നാളെയും കൂടെ മാത്രമേ നമുക്കുള്ളായതുകൊണ്ട് അങ്ങനെയെങ്കിൽ എതിർക്കസ്റ്റു വരുന്നതിന് മുമ്പ് അവന്റെ പ്രതിമ വരും. ഇന്റർനെറ്റ് മർഡർ 2-3 കാര്യം പറയുമ്പോൾ അവസാനിക്കും. വായിക്കാം വെളിപ്പാട് 13-15 വാക്യം വായിച്ചു തുടങ്ങുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. റോബോട്ട് ആഗോള വ്യാപകമായി. നാളെ അതിന്റെ 2ാം ഭാഗം വായിക്കാം. വെളിപ്പാട് 13-15 മോൻ വായിച്ചു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മതി. ഇതാ കിടക്കുന്ന വാക്യം ഓടിപ്പോവില്ല. ഇതാണ്ട് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അടുത്ത കഴിഞ്ഞത് കണ്ട് സോഫിയ റോബോട്ട് പേച്ച് മാറി. ചാറ്റ് GPT വിത്ത് ഗ്രോക്ക്. ഇതാ കിടക്കുന്നു. അവൾ വേറെ തലത്തിലായി. 3 ദാണ്ട് സ്തോത്രം. നമ്മുടെ സൗദി പൗരത്വം 20 വർഷം ശ്രീകണ്ഠാപുരത്ത് സൗദി ജോലി ചെയ്ത വർഗീസ് ചേട്ടൻ ഒരു നമ്പർ പോലും അറബികൾ കൊടുത്തില്ല. ദാ കിടക്കുന്ന സൗദി സിറ്റിസൺഷിപ്പ് സോഫിയ. അത് കഴിഞ്ഞ് റോബോട്ട്. അടുത്തത് കേൾക്കണോ? ദാ കിടക്കുന്ന സാരിക്കാരിയായി സോഫിയ മുംബൈയിൽ. അത് കഴിഞ്ഞ് തിരുവനന്തപുരം പാപ്പനംകോട്. ദാ കിടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വന്നപ്പോൾ മാതൃഭൂമി ലേഖിക ചോദിച്ചു, സോഫിയക്ക് ഇട്ട് കല്യാണം കഴിക്കണം. കുശുപൂൻ്റെ കണക്ക് കണ്ണാടിയും വെച്ച് കുഞ്ഞമ്മാമയെ ലോകം തീരാറായി. ദാ കിടക്കുന്നു വട്ടിയൂർക്കാവിൽ നിന്ന് വ്യോമമിത്ര. ഈ പെൺകുട്ടിയാ ഇന്ന് ബാംഗ്ലൂർ ISRO. റോബോട്ട് ഉലകത്തെ പിടിക്കുക. ഇന്ന് രാത്രി കയറില്ല, വയറില്ല, ഇന്റർനെറ്റ് ഇല്ല, റോബോട്ട് ഇല്ല, വൈഫൈ ഇല്ല, ട്യൂട്ടറില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരപ്പോസ്തലനായ യോഹന്ന പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നപ്പോൾ സ്വർഗം പറഞ്ഞു റോബോട്ട് സംസാരിക്കുക. ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരത്തോട് ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കപ്പെടുന്നവൻ ഭാഗ്യവാ. ഇന്ന് രാത്രി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? കണ്ണൂരേ പ്രസംഗിക്കുന്നവൻ വീടും, പ്രവാചകൻ പട്ടുപോകും, ഉപദേശി കൊടയും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിന് യാതൊരു മാറ്റവുമില്ല. കരമുയർത്തുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ജീവന്റെ വചന. 14ാമത്തെ കൺവെൻഷൻ ഇന്ന് രാത്രി കേട്ടോണം. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക്. വായിച്ചാട്ട് മോനെ ഒരു വാക്യം കൂടെ, അതോടുകൂടി അവസാനിക്കും. വായിക്കാം. അടുത്ത വാക്യം വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ വായിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന്റെ ബലം ലഭിച്ചു. കിടക്കുന്ന ഇതിന്റെ പേരാ ബ്ലൂ ബ്രെയിൻ, നിയന്ത്രിത ബുദ്ധി. കേട്ടോണം. 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ അവസാന ഭാഗങ്ങളിലേക്ക്. ഇന്ന് രാത്രി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. അതിൻ്റെ പേര് ഇന്നത്തെ ബ്ലൂ ബ്രെയിൻ. അതിനു മുമ്പ് ഒരു കളി വന്നു, ബ്ലൂ വെയിൽ. അതിപ്പോൾ സർക്കാരൊക്കെ നിരോധിച്ചു. ശ്രദ്ധയോടെ. ഇപ്പോഴും പല കളികളും ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ രാത്രി സ്റ്റഡി റൂമിൽ ഇരുന്നിട്ട് മൊബൈൽ കളിക്കും. എന്നിട്ട് അമ്മച്ചിയൊക്കെ പറയും വെക്കടാ വെടിയെന്ന്. അതിലത്തെ തോമാച്ചാനെ വെടിവെക്കാനല്ല, അതിനകത്തൊരു കളിയുണ്ട്, PUBG, വെടി. സ്വോത്രം. അതാ ഇതൊക്കെ സാത്താൻ്റെ കളികളാണ്. കേട്ടോ ഞാൻ പറഞ്ഞുതരാം.
കമ്പ്യൂട്ടർ എങ്ങനെ പൊട്ടിത്തെറിക്കും. നമ്മുടെ ലൈവ് ആ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരുടെ മുമ്പിൽ ലാപ്ടോപ്പ് ഉണ്ട്. 3 സയൻസ് പറയുമ്പോൾ അവസാനിക്കും. ഒന്ന്, ഇന്ന് രാത്രി നമ്മുടെ ശ്രീകണ്ഠാപുരത്ത് ഒരു പെൺകുട്ടി, ചെന്നൈയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് നല്ല അടുപ്പം. അവർ രണ്ടുപേരും രാത്രിയിൽ ചാറ്റ് ചെയ്യും. ലാപ്ടോപ്പ് കയ്യിലെ മുമ്പിൽ ദാ പുറകിലിരിപ്പുണ്ട്. 5 ഘടകങ്ങളാണ് ബേസിക് സയൻസ്. 1 മൈക്രോ പ്രോസസ്സർ, 2 കീപാഡ്, 3 ലിഥിയം. സെൻട്രൽ അതിൻ്റെ ബോർഡ് ദാണ്ടി കുഞ്ഞുങ്ങൾ കൊടുത്ത ലൈറ്റാ ഇങ്ക് സ്ക്രീൻ തെളിയുന്നത്. ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയോട് ചില കാര്യം പറയുമ്പോൾ അവൾ അനുസരിക്കത്തില്ല. അപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുക, എക്സ്പ്ലോസീവ് മെസ്സേജ് വിത്ത് വൈറസ്. അവിടെ മെയിൽ ഐ ഡിയും വാട്സപ്പൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. അത് വരുമ്പോൾ അതിന് താങ്ങാൻ കഴിയത്തില്ല. നാടനൊരു മലയാളം, കണ്ണൂർ ഭാഷ. ജോൺസൺ പാസ്റ്ററും ഞാനും ദാനിയേൽ പാസ്റ്ററും ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പാടും. ഞങ്ങളുടെ മൈക്കുകൾ നല്ല വോളിയത്തിൽ. ഇവിടെ ഇരിക്കുന്ന ബോക്സിനും കുഴപ്പമില്ല, മോണിറ്ററിനും കുഴപ്പമില്ല. ശബ്ദം കൂടിയാൽ അവിടെ ഇരിക്കുന്ന ഓപ്പറേറ്റർക്ക് അറിയാം, ആംപ്ലിഫയർ പുകയും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതേ ടെക്നോളജി, അത് എക്സ്പ്ലോസീവ് മെസ്സേജ് വിത്ത് വൈറസ്. അങ്ങനെയെങ്കിൽ ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു മെസ്സേജ് അയച്ചപ്പോൾ നമ്മുടെ കണ്ണൂരിലെ ജ്യോതിമോള് തന്നെ ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ മുമ്പ് ഇരിക്കുകയല്ലേ, ചിക്കൻ കാല് തിന്നുന്നവരിയ്ക്കുക. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. മെസ്സേജ് വരും, അതിൻ്റെ മൈക്രോ പ്രോസസ്സർ ചൂടാകും, ബാറ്ററി ഷോർട്ട്, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അന്ത്യദിനം. അതുകൊണ്ടല്ലേ ഇപ്പം മൊബൈലിനകത്ത് റിംഗ് ടോൺ മാറിയില്ലോ. പണ്ട് ശ്രീകണ്ഠാപുരത്തെ കുഞ്ഞമ്മാമ്മ മൊബൈൽ വിളിക്കുമ്പോൾ ഈ പാട്ടായിരുന്നു, മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. അതൊക്കെ പോയി കുഞ്ഞമ്മാമ്മ, സ്വോത്രം. അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത്. ലോട്ടറി അടിച്ചു, നിങ്ങൾക്ക് അത് കിട്ടി ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം കാക്കിയാണ്. സന്തോഷമില്ലല്ലോ. നമ്മൾ മൊബൈൽ പോയിട്ട് റേഡിയോ പോലും കണ്ടിട്ടില്ല. സ്വോത്രം. പെന്തിക്കോസാരും ദാനിയേൽ പാസ്റ്റർ മൊബൈൽ പിടിക്കത്തില്ലെന്ന്. സ്വോത്രം. TPM മൗപ്പനായൊക്കെ 2 എണ്ണം കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം എത്ര പേരുടെ കയ്യിലുണ്ടെന്ന്. സ്വോത്രം. അതുകൊണ്ടാണ് ഇന്ന് റിംഗ് ടോൺ വരുന്നത്. അന്യായ നമ്പറുകൾ, അന്യായ മെസ്സേജ്, ലോട്ടറി അടിച്ചെന്ന്. ദാണ്ട് ജോൺസൺ പാസ്റ്റർ തിരുവല്ലായി നിൽക്കുക. എൻ്റെ സ്നേഹിതനാ നിരണം മാർ കൂർലോസ് തിരുമേനി. പുള്ളിയുടെ ഇന്ന് 13 ലക്ഷം കൊണ്ടുപോയി. കുഞ്ഞമ്മാമ്മ പ്രാർത്ഥിച്ചോ പോകാതിരിക്കാം. സ്വോത്രം. കൂർലോസ് തിരുമയുടെ ഇന്ന് 13 ലക്ഷം വെർച്വൽ അറസ്റ്റാണെന്ന് പറഞ്ഞ് കണ്ടില്ലേ. ഇതെല്ലാം കാക്കിയും അന്ത്യക്കാലം കേൾക്കണ ഈ സംഭാഷണങ്ങൾ 10 ദിവസം നിന്നാലും തീരത്തില്ല. ഇന്ന് രാത്രി കേട്ടോ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. ബാക്കി കേൾക്കണം. അവസാന ഭാഗം. ബാറ്ററി പൊട്ടിത്തെറിച്ച സാംസങ് 7 ഗാലക്സി നിർത്തി. 1. രണ്ടാമത്തെ കാര്യം പറഞ്ഞു തരാം. ചെന്നൈയിൽ ഒരു ചെറുപ്പക്കാരൻ കാർ ഓടിക്കുമ്പോൾ മൊബൈൽ, അടൂരിൽ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കോവളം, നിങ്ങളുടെ പരിധി തൃശ്ശൂർ, തിരുവല്ലാമല. ആദിത്യ എന്നൊരു പെൺകുട്ടി, അച്ഛൻ്റെ അമ്മയുടെ ഒരു മകൾ, മൊബൈൽ കളിച്ചു, മൊബൈൽ പൊട്ടിത്തെറിച്ചു, മരിച്ചു. കർണാടകയിലെ തുംകൂർ ഒരു പെൺകുട്ടി പെട്രോൾ അടിക്കാൻ വന്നു. മൊബൈലിനകത്ത് അസാധാരണമായ സന്ദേശം, ഗൺ ചൂടായി, പെട്രോൾ പമ്പ് കത്തി, അവളും പൊട്ടിത്തെറിച്ചു. അതുകൊണ്ടില്ലേ കണ്ണൂരിലും ഇരിക്കൂരിലും പയ്യാവൂരിലും തളിപ്പറമ്പിലും പെട്രോൾ പമ്പിൽ ഒരു വാക്യം, യേശു വരാൻ കാലമായ നല്ല സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയർത്തുന്നവർക്ക് കട്ടം. എവിടെ പെട്രോൾ പമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. സ്വോത്ര. കുഞ്ഞമ്മാമ്മയെ അടിക്കുന്നതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. ഇന്ത്യൻ ഓയിലിൻ്റെ വിഷയമല്ല. നിങ്ങളവിടെ മൊബൈൽ സംസാരിക്കുമ്പോൾ അസാധാരണ മെസ്സേജ് വന്നാൽ ശ്രീകണ്ഠാപുരം തീഗോളമാകും. ഇത് ഇവിടുത്തെ BP-ക്കും അറിയാം, റിലയൻസിനും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർ പെട്രോൾ അടിക്കാൻ പറയുന്നത്, ചേച്ചി പുറത്തു പോകും, ഞങ്ങൾ വണ്ടി പുറത്ത് കൊണ്ടുതരാം. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. താരാന്നറിയാമോ? ദാ കിടക്കുന്നു തൊടുപുഴക്കാരൻ. കഴിഞ്ഞ ദിവസം തൊടുപുഴ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ പ്രസംഗിച്ചത്. ഈ ഭാഗം WW പ്രസംഗിച്ച മറ്റൊരു പ്രസംഗത്തിൽ തൊടുപുഴക്കാരനെന്ന് കേട്ട ഉടനെ തൊടുപുഴക്കാർ ഓടി വന്നു. തൊടുപുഴക്കാരനോ? ഞാൻ പറഞ്ഞു പേപ്പർ കൊണ്ടുപോക്കോളാം, എൻ്റെ വേറെ ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ, അവന്മാർ വായിക്കട്ടെ സന്തോഷമായിട്ട്. സ്വോത്രം. തൊടുപുഴക്കാരൻ ഇസ്രായേലിനകത്ത് IBM-നകത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ ദാ റെഡിയാക്കുന്നു, റോബോട്ടിനെ മനുഷ്യനാക്കുന്നു. സാത്താൻ്റെ ഇഷ്ടം എന്തുവാ? ആരാധന. പറഞ്ഞു തരാം. ശദ്രക്, മേശക്, അഭേദനവോ ദുരാശുഷൂപിയും സമഭൂമി എന്ന് നെബൂഖദ്നേസർ കാണിക്ക വല്ലതും ചോദിച്ചോ? ദൈവദാസന്മാരെ ഒന്ന് വണങ്ങിയേക്കാൻ. മനസ്സിലാകുന്നവർക്കായി യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിശാചെല്ലാം കാണിച്ചു. ഒന്ന് വണങ്ങിയേക്കാൻ. താമസമിന സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിൽ വന്നാൽ അവൻ വണങ്ങാൻ പറയും. വണങ്ങാത്തവരെ മെയിൽ ID എല്ലാം കോവിഡ് വഴി അങ്ങ് കൊണ്ടുപോയി. കരമുയരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ത്യയിലെ ഭരണാധികാരികളോട് വെച്ച് വാക്സിൻ എടുക്കാൻ എന്തിനാ ഈ വഴിയാധാരമായ ആധാർ എടുത്തതെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ ആധാറും കൊണ്ടുപോയി, സ്ലോട്ടും കൊണ്ടുപോയി. വാക്സിൻ എടുക്കാൻ തിരുവല്ല സ്റ്റേഡിയത്തിൽ ചെന്നപ്പോൾ കീ കൂക്കുമല്ല, രാവിലെ സ്ലോട്ട് വരും, പോയി കീ അടിക്കണം. സ്വോത്രം. എല്ലാം ഒരു കമ്പ്യൂട്ടറിൽ പോയി. അന്ത്യകാലം. മനസ്സിലാകുന്നവർക്കായി. എല്ലാവരുടെയും മെയിൽ ID എല്ലാം അവൻ്റെ കയ്യിലായി. അങ്ങനെയെങ്കിൽ 3 കാര്യം പറയുമ്പോൾ ഇന്ന് രാത്രി കേട്ടാട്ടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, അദ്ദേഹത്തിൻ്റെ റൂട്ട് നിശ്ചയിക്കുന്ന ഇസ്രയേൽ, മൊസാദ, അവരെ കണക്ട് ചെയ്യുന്ന മുഴുവൻ റൂട്ടും
അദ്ദേഹം ലാപ്ടോപ്പും പഠിക്കത്തില്ല, കമ്പ്യൂട്ടറും പഠിക്കത്തില്ല. കാര്യം പറഞ്ഞുതരാം. 2018 ബെഞ്ചമിൻ നെതന്യാഹു മൊസാദ് പറഞ്ഞു, സാർ ലാപ്ടോപ്പ് പഠിക്കരുത്, അതുകൊണ്ട് എവിടെ വരുമ്പോഴെങ്കിലും ലാപ്ടോപ്പ് ഇല്ല. 2018 ഡേവിഡ് കാമറൂൺ, എല്ലാവരും കേൾക്കണം, ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ സംഘടന ഇന്റർപോൾ അല്ല യൂറോപോൾ, അവർ പറഞ്ഞു സാറ് ലാപ്ടോപ്പ് പഠിക്കത്തില്ല. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആയിക്കോട്ടെ, അദ്ദേഹം എത്ര യാത്ര നടത്തുന്നു. കഴിഞ്ഞ ദിവസം ചെന്നൈ പോയി, അമേരിക്കയിൽ പോയി, ലാപ്ടോപ്പ് പോയിട്ട് ഇല്ല. അദ്ദേഹത്തിന് പറയാം, നിങ്ങളുടെ ഇവിടെ ശ്രീകണ്ഠാപുരം ഒരു DYSP ഉണ്ടല്ലോ, അവരുടെ എല്ലാം ലാപ്ടോപ്പ് ഉണ്ട്. ഇതാ ഇവിടെ ട്രാഫിക് കൂടുന്നു, റോഡിൽ നിന്ന് ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് ലാപ്ടോപ്പ് ഞെക്കിക്കൊണ്ടിരിക്കും. കഷ്ടം. ഒന്നീ ഗൺമാൻ അല്ലേ മേശപ്പുറത്ത്. ചോദിച്ചാൽ പറയും ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ടെന്ന്. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ഇതെല്ലാം അന്ത്യകാലം. ഞാനല്ല. കണ്ടോ, ദൈവമാകുമോ നിർമ്മിത ബുദ്ധി. ഇതാണ്ട് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ പേരാ ജെഫ്രി ഹിൻഡൽ. അദ്ദേഹം ഗൂഗിളിൽ നിന്ന് ചാടി കാനഡയിൽ ഒരു വീട്ടിൽ ഇരിക്കുക. അവിടെ ചെന്നിട്ട് മനോരമയുടെ ജോണി ലൂക്കോസ് നടത്തിയ പരിപാടിയാ AI മനുഷ്യനെ കൊല്ലും, അതാ ഈ റോബോട്ട് മനുഷ്യനെ പിടിക്കുമെന്നും പറഞ്ഞ് ഇന്നടെ ചാനലിൽ വാർത്ത വരുന്നത്. നാട്ടുകാർ കേൾക്കട്ടെ. ഇന്ന് രാത്രി കേരളത്തിന്റെ അനുഗ്രഹീതനായ ADGP ലോ ആൻഡ് ഓർഡർ മിസ്റ്റർ മനോജ് അബ്രഹാം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു സെമിനാർ ഉണ്ടായിരുന്നു, മനോരമ സംഘടിപ്പിച്ചു, സൈബർ ലോകം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? മിഗും മിറാഷും ഒന്നുമല്ല ഇനി നടക്കുന്നത്, ലോകത്തിൽ നടക്കാൻ പോകുന്നത് സൈബർ യുദ്ധം. അഥവാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസുകൾ പൊട്ടിത്തെറിക്ക്. തൂക്കി വിറ്റാതിരിക്കുന്ന മനോരമ വീട്ടിലുണ്ട്, ചെന്ന് നോക്ക്. കേരളത്തിന്റെ സജു ചാത്തന്നൂരിലെ ADGP ലോ ആൻഡ് ഓർഡർ പറഞ്ഞു, ആഗോള വ്യാപകമായി ഇതെല്ലാം പൊട്ടിത്തെറിക്കും. തീർന്നില്ല, ഒരു കാര്യം കൂടെ കേൾക്കണം. അതിന്റെ തുടക്കമാണ് ലബനോനിലെ പേജർ സ്ഫോടനം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ CS കമ്പ്യൂട്ടർ സയൻസ്, ഇവിടുത്തെ ജോലിക്കാരെല്ലാം കേട്ടോ എന്താ ലബനോനിലെ പേജർ സ്ഫോടനം. മനോരമയോ മാതൃഭൂമി പറയുന്നില്ല. ഹിസ്ബുള്ള പോരാളികൾ 3000 പേജർ ഉണ്ടാക്കാൻ തൈവാന് കൊട്ടേഷൻ കൊടുത്തു. ഇത് മൊസാദ് രുചിച്ചറിഞ്ഞു. അവരെ പോയത് ഹംഗറിയിലേക്കാ. ഈ പേജറിന്റെ മുഴുവൻ ബാർകോഡ് EMI വരുന്ന പോലുള്ള അവർ കൈക്കലാക്കി. 2 ഈ പേജറിനകത്ത് ബാറ്ററിക്കകത്ത് 2 ഗ്രാം ലിഥിയ സ്ഫോടക വസ്തു വെച്ചു. അതാ അതിന്റെ സംഭവം. മനസ്സിലാക്കുന്നവർക്ക് ഇസ്രയേലിന്റെ മൊസാദിന് അറിയത് എന്തെങ്കിലും ഉപയോഗിക്കാന്ന്. പേജർ അറിയത്തില്ലേ? പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ ഉപദേശിമാർ ഞാൻ കുത്തും BPL-ന്റെ ഉപദേശി ഇരിക്കൂർ വരുമ്പോൾ അമ്മമ്മ കോൾ അടിക്കും, വീട്ടിൽ നമ്പർ, കുഞ്ഞമ്മ വിളിക്കും. ഉടനെ ഭാഷ ചോദിക്കുക, എന്താ അച്ഛാ 2 അവർ പാല് വാങ്ങിച്ചോണ്ട് പറഞ്ഞ മറയാൻ മറന്നു പോയെന്ന് കോയിനിട്ട് വിളിക്കുമായിരുന്നു. അതായിരുന്നു പേജർ. കാറ്റാവ് അവന്റെ മൂത്ത ചേട്ടനാ പിന്നെ 3 കിലോ ഉള്ള നോക്കിയ ഇവിടെ വന്നത്. മനസ്സിലാകുന്നവർക്കായി ആ മൂത്ത ചേട്ടൻ മാറിയിട്ടാണ് ഇന്ന് പേപ്പർ വലിപ്പമുള്ള നിങ്ങളുടെ വിവോയും ആപ്പോയും ഒക്കെ വന്നത്. സ്വോത്രം. എത്ര സയൻസ് പറഞ്ഞാലും നിൽക്കുക. അങ്ങനെയെങ്കിൽ ആ പേജറിനകത്ത് ഒരു മൈന്യൂട്ട് സിം ഉണ്ട്. ആ സിം ഡീകോഡ് ചെയ്തു. ആരുടെ കയ്യിലായി? ഇസ്രയേലിന്റെ കയ്യിലായി. ഒരു സുപ്രഭാതത്തിൽ കേട്ടോണം പൊട്ടിത്തെറി. 2.5 മണിക്ക് 3000 പേജറിൽ സന്ദേശം. ഇത് വളരെ ക്ലിയർ സയൻസ്. ജിയോ ഒരു മെസ്സേജ് ബോംബെന്ന് കൊടുത്താൽ അവർ ഇന്ത്യയിലെ നെറ്റ്വർക്ക് മുഴുവൻ വരും. BSNL ഡൽഹിയിൽ നിന്ന് കൊടുത്താൽ ഇന്ത്യ മുഴുവൻ വരും. ഈ നെറ്റ്വർക്കിന്റെ സോഫ്റ്റ്വെയർ ഇസ്രയേലിന്റെ കയ്യിൽ. അവനൊരു 15 മെസ്സേജ് പടപടാ അടിച്ചു. ഇങ്ങനെ ഞെക്കും തോറും പേജർ ചൂടാവാൻ തുടങ്ങി. അതിന്റെ കാര്യം പേജർ ചൂടായപ്പോൾ ബാറ്ററി പൊട്ടിത്തെറിച്ചു. അമ്മമ്മേ, നമ്മുടെ മൊബൈലിനകത്ത് അതാ കാണുന്നത്. വാട്സപ്പ് നിറഞ്ഞാൽ കുഞ്ഞമ്മാമയ്ക്ക് എഴുതി വരും ഡെലീറ്റ് സം ഐറ്റംസ്. മനസ്സിലാകുന്നവർക്കായി മൊബൈലിൽ മെസ്സേജ് അറിഞ്ഞാൽ നോ സ്പേസ്, ഔട്ട് ഔട്ട് ഔട്ട്. അതോടുകൂടി വന്നാൽ സംഭവം ചൂടായിപ്പോ. ഒരു ഉച്ച സമയത്ത് 2.5 മണിക്ക് 2800 പേജർ ഓണായിരുന്നു. അത് മുഴുവൻ പൊട്ടിച്ചെറിച്ചു. ഇന്ന് രാത്രി ഏകദേശം 38 പേരാ ലെബനോൻ പേജർ സ്ഫോടനത്തിൽ പൊട്ടിയത്. ചന്തക്കകത്ത് അവർ മരിച്ചു വീണു. പലരും മരിച്ചുപോയൊരു കാഴ്ച. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആഗോള വ്യാപകമായ ഒരു പൊട്ടിത്തെറി. അവസാന ഭാഗത്തിലേക്ക് 1 ഇനി വരാൻ പോകുന്നത് ശോഭിയുടെ മൂത്ത ചേച്ചി അല്ലെങ്കിൽ അന്തിക്രിസ്തുവായി കമ്പ്യൂട്ടറിൽ വരും. എന്നാൽ ഇന്ന് രാത്രി കാസർഗോഡ് ദൈവമക്കൾ പറയണം, ആ മുഖം കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് മറ്റൊരു മുഖം ഈ തലമുറയിൽ ഞങ്ങൾ കാണും. കരമുയർത്തുന്നവർക്കായി ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. ഇന്ന് രാത്രി ഈ ലാപ്ടോപ്പുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും ഒരു നിയന്ത്രിത ബുദ്ധി വരും. ആ ബുദ്ധി വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ നിത്യതയിൽ ചേർക്കാൻ മേഘാരൂഢനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. 3 ലെബനോനിൽ ഇപ്പോൾ ഒരു സാമ്പിൾ പൊട്ടിത്തെറിയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ IMI ബാർകോഡ് ബാറ്ററിയുള്ള സകല സാധനങ്ങളും ആഗോള വ്യാപകം പൊട്ടിത്തെറിക്കും. മനോജ് പ്രകാശ് സാർ പോലും പറഞ്ഞു. അങ്ങനെയെങ്കിൽ കണ്ണൂർ, ഇസ്രയേലിലും ലെബനോനിലും എല്ലാവരും പൊട്ടിത്തെറി വരാൻ സാധ്യമായി. ആ ശബ്ദം ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം കാസർഗോഡും മലബാറിലും മുഴങ്ങ്. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന
ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന മരണം കാണാതെ ഈ തലമുറയിൽ എടുക്കപ്പെടാൻ കാലമാ. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി അവൻ വരുന്നു മേഘാരൂഢനായി. എന്റെ കാന്തൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. കാസർഗോഡ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സെന്ററെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ചങ്ക് കീറി പ്രസംഗിക്കുക. വചനം നോട്ട് ചെയ്തെടുത്തോണം. കാന്തൻ വരാറ്. മോനെ 2 വാക്യം. യോഹന്നാൻ 9:4. അതുകൊണ്ട് കാസർഗോഡ് സെന്ററിൽ PYP കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, ചെറുപ്പക്കാർ എന്ത് ചെയ്യണം? യോഹന്നാൻ 9:4 വായിച്ചിട്ട് മക്കളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കര ഉയരുന്നില്ലല്ലോ. ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും, പെന്തിക്കോസൊന്നുമല്ല, യേശു രക്ഷകൻ എന്ന് പറയുവാൻ എന്നെ ബലപ്പെടുത്തണേ. കര ഉയരുന്നില്ലല്ലോ മാമേച്ചായ. ഏതെങ്കിലും വഴി നിന്നെങ്കിലും യേശു എൻ്റെ ഏക രക്ഷകനെന്നും എന്നെ വിടുവിച്ചത് ഈ യേശുവെന്നും പറയുവാൻ കാസർഗോഡ് സെൻട്രലിലെയും കണ്ണൂരിലെയും കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. ഈ ദിവസത്തെ കണ്ടുകൊണ്ട് നാഥൻ പറഞ്ഞു. വായിച്ചാട്ട് മോനെ ആർക്കും. അടുത്ത വാക്കൂടെ വായിച്ചു. യോഹന്നാൻ 9:4 വീണ്ടും വായിച്ചു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അടുത്തത്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി അന്ത്യകാലം. എന്നാൽ ഇന്ന് രാത്രി പറയണം. എന്താ പറയണമെന്നറിയാമോ? ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് എന്റെ നാമത്തെ ഭയപ്പെടുന്ന മലബാറിലെ കുഞ്ഞുങ്ങൾക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ നിത്യതയുടെ കവാടത്തിൽ എടുക്കപ്പെടാൻ കാലമായി. അവസാന ഭാഗം യോഹന്നാൻ 14:30. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ മാളികമുറി പ്രഭാഷണം. 2 ഭാഗം കൂടെ പറഞ്ഞ ആത്മാവിലെ ആരാധനയ്ക്ക് സമയം. യോഹന്നാൻ 14:30 വായിച്ചട്ട മക്കളെ. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു. മതി. ലോകത്തിന്റെ പ്രഭു വരുന്നു. ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് മാളിക മുറിയിൽ പറയുന്ന അവസാന ഭാഗമാ കുഞ്ഞു വായിച്ചത്. വചനം നല്ലോണം കണ്ണൂക്കാര് പഠിക്കണം. അടുത്തത് അവന്. വായിച്ചിട്ട് മക്കളെ. അവന് എന്നോട് ഒരു കാര്യവുമില്ല. യേശുവിനോട് അവനൊരു കാര്യമില്ലേ? യേശുവിന്റെ മക്കളോടും ഒരു കാര്യവുമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. വലതുകരം. നമ്മുടെ പൗരത്വമോ കരമുയർത്തുന്നവർക്കായി സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. 2 ഭാഗം പറഞ്ഞ് പാട്ടുപാടി അവസാനിപ്പിക്കാം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഇത്രയും നേരം കാത്തല്ലോ. ഒരു ദിവസം കൂടെ ഉള്ളു. അതുകൊണ്ട് ഇത്രയും ഓടിച്ചങ്ങ് പോകുന്നത്. 1910 ഏപ്രിൽ മാസം 10 ഒരു കപ്പൽ യാത്ര ടൈറ്റാനിക്കിന്റെ പ്രത്യേകത എല്ലാവരും കേൾക്കണം. 50,000 ഹോഴ്സ് പവർ. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു ദൈവം വിചാരിച്ചാലും തകരത്തില്ല. വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. കേട്ടാട്ടെ. അടിയിൽ എഴുതി വെച്ചു. തടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ടൈറ്റാൻ രാക്ഷസൻ. ഇംഗ്ലീഷിൽ അടുത്ത ഭാഗം. നെവർ ഡിസ്ട്രോയ് ദി ഷിപ്പ്. കന്നി യാത്ര ആട്ടും പാട്ടുമായി കപ്പൽ പോയി. എല്ലാവരും വിചാരിച്ചു സദാം ടണ്ടിൽ നിന്ന് ന്യൂയോർക്ക് 2223 2221 കിലോമീറ്റർ 3500 പാസഞ്ചേഴ്സ്. ആട്ടം പാട്ട്. 4-ാം ദിവസം മഞ്ഞുമല. പലരും ക്ലാസ്സിൽ കൂടി കണ്ട് ക്യാപ്റ്റനോട് പറഞ്ഞ് സാർ മഞ്ഞുമല. അദ്ദേഹം പറഞ്ഞു മിണ്ടരുത്. ദൈവം വിചാരിച്ചാലും തകരത്തില്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോകുന്ന ഏവനും ന്യായവിധിക്ക് വിധേയമായി തീരും. ഇന്ന് രാത്രി സത്യസന്ദേശം ടൗണിനകത്ത് കേട്ടിട്ട് കള്ള് കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മോഹത്തിൽ MDM കയ്യിൽ കൊച്ചുപിടിയും കടാരയുമായി നടക്കുന്ന ചെറുപ്പക്കാരാ, നീ മടങ്ങി വന്നില്ലെങ്കിൽ ന്യായവിധി നിന്റെ മേൽ വരും. ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെങ്കൽച്ചൂളയിൽ പ്രസംഗിച്ചു. ഏകദേശ വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കൽച്ചൂളയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അനവധി പേരിലെ കേസിലെ പ്രതിയായിരുന്നു. അന്ന് രാത്രി അവൻ ഇതുപോലൊരു മതിലിൻ്റെ അവിടെ പ്രസംഗം കേൾക്കാമെന്ന്. ഞാൻ വലിയ പ്രവാചകനൊന്നുമല്ല. അവൻ്റെ പേര് വയറൻ സെൽവൻ എന്ന്. അവിടെ ഉള്ളവരോട് പറഞ്ഞു സാറേ ഒരു ഗുണ്ട വന്നിട്ടുണ്ടെന്ന്. നല്ല പ്രസംഗം പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ദൈവാത്മാവ എന്നോട് പറഞ്ഞു ഇന്ന് രാത്രി അവനോട് സുവിശേഷം പറയണമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ മടങ്ങി വന്നാൽ ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കും, കേസുകളൊക്കെ മാറും. പക്ഷേ അവൻ അത് തിരസ്കരിച്ചു. 2-ാം ദിവസം ഞാൻ കേട്ടത് മ്യൂസിയത്തിൻ്റെ അവിടെ വെച്ച് അവനെ പച്ചയ്ക്ക് വേറെ കൂട്ടാളികൾ കൊല്ലപ്പെടുത്തുന്ന കാഴ്ച. ഇന്ന് രാത്രി ആരെങ്കിലും തെരുക്കോണിനകത്ത് കേൾക്കുന്നെങ്കിൽ ന്യായവിധിയുടെ കരാളഹസ്തം നിന്റെ നേരെ ആഞ്ഞടിക്കുന്നതിന് മുമ്പ് കാൽവറി മലയിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പാൻ ഈ കൺവെൻഷനകത്ത് ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു.
സമയം കൈവിടപ്പെട്ടു പോയില്ല. എന്താ? കപ്പൽ അവിടെ ചെന്ന് ടൈറ്റാനിക് പടപട ഇടിച്ചു. എന്താ സംഭവിച്ചത് അമ്മാമ്മേ? ആ സമയത്ത് രണ്ടാമത്തെ തട്ടിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാർ. അവൻ 5ാമത്തെ നിലയിൽ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ കപ്പൽ പടപട ഇടിക്കുന്നത്. അന്ന് ATM അല്ല, കയ്യിലെ കാശ് എവിടെ ഇരിക്കുന്നു? തലയുണിയുടെ കീഴിലിരിക്കുന്നു. അവന്റെ ഉള്ളിൽ ആരോ മന്ത്രിച്ച് ഓടിപ്പോയ പണമെടുത്താൽ ആരോ പറഞ്ഞു, നീ പിന്നെ കയറി വരാൻ പറ്റത്തില്ല, അറ്റ്ലാന്റിക്കിലെ ഉപ്പുവെള്ളത്തിലാ. അപ്പൊ അവന്റെ ഉള്ളിനകത്തൊരു ചിന്ത വന്ന്, ദാ കിടക്കുന്നു. എന്താ? ആ ചപ്പാത്തി ഇരുന്ന ട്രേഡപ്പുറത്ത് നല്ല തൂക്കിയിട്ടേക്കുന്നു ലൈഫ് ജാക്കറ്റ്. ആരോ പറഞ്ഞു, എടാ കുഞ്ഞ്, അതെടുത്ത് നീ വെള്ളത്തിൽ ചാട്, വല്ല വള്ളവും കൊട്ടി രക്ഷപ്പെട്ട $2 ലക്ഷം പിന്നെ ഉണ്ടാക്കാം. നിന്റെ പണത്തെ നോക്കിയാൽ നീ ഉപ്പുവെള്ളത്തിൽ പോ. അവൻ ഒരു കാര്യം ചെയ്തു. അവന്റെ അകത്തെ ഉൾപ്പൂ വിളി കൊണ്ട് ആ ചപ്പാത്തിയുടെ മേശപ്പുറത്ത് ഭിത്തിയിൽ തൂക്കിയിടുന്ന ലൈഫ് ജാക്കറ്റ് എടുത്തു. ഒറ്റ ചാട്ട് ആ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചാൻ കരഞ്ഞു. കടലിൽ അനവധി 2 ദിവസം കണ്ട് ഒഴുകി നൗക വന്ന് അവനെ രക്ഷപ്പെടുത്തി. ആ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ അടിക്കുറിപ്പ് അവൻ എഴുതി, $2 ലക്ഷം വേണ്ടി ഞാൻ അടിത്തട്ടിൽ പോയെങ്കിൽ അറ്റ്ലാന്റിക്കിലെ ഉപ്പുവെള്ളത്തിൽ തീർന്നേന്. എന്റെ മുൻപിൽ ഒന്ന് കണ്ടു ലൈഫ് ജാക്കറ്റ്, അതെടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരത്ത് ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കാൻ യുദ്ധങ്ങളും ക്ഷാമങ്ങളും വരാൻ പോകുന്നു. അതിന്റെ നടുവിൽ ഇന്ന് രാത്രി ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരുടെ കൊലക്കളത്തിൽ ഒരു ആട്ടിൻകുട്ടി ഇറക്കപ്പെട്ടെങ്കിൽ അവന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയൂ. മകനെ മകളെ, പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി വീതിയിലോ റോഡിലോ തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, രക്തത്തിന് രക്തമായവരെ, മാംസത്തിന് മാംസമായവരെ, ഞങ്ങളുടെ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിലെത്തിക്കുന്ന വചനം കേട്ട് ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരത്ത് ചങ്കി കൈവച്ച് പറയണം, യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാവായി മടങ്ങി വരുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറ. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ കാന്തൻ വരാറായി. അമേരിക്കയിൽ കമ്മ്യൂണിറ്റി ഓൺകോളജി ക്യാൻസർ, അതിൻ്റെ ഭാഗം ഞാൻ കേരളത്തിൽ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ വായിച്ച് കരഞ്ഞു. എല്ലാവരും കേൾക്കട്ടെ, സൗകര്യമാർ കേട്ടാട്ടെ. നല്ല ദൈവ സാന്നിധ്യം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മാർക്ക്. അദ്ദേഹം നിരീശ്വരവാദിയാണ്. കാലിഫോർണിയയിൽ നിന്ന് ഡാലസിൽ പോകണം, ലോക്കൽ പ്ലെയിൻ. കണ്ണൂർ തിരുവനന്തപുരം 1.25 മണിക്കൂർ പോലെ. 4:30 മണിക്ക് എയർപോർട്ടിൽ വന്ന് 5:30 പ്ലെയിൻ. എയർപോർട്ട് അടച്ചു. ഇംഗ്ലീഷിൽ അവിടെ ഒരു വാക്ക് സഹോദര, ഷട്ട് ഡൗൺ ദിസ് എയർപോർട്ട് ബിക്കോസ് ഡ്യൂറിംഗ് ദ ഹൈ ലെവൽ വിൻസ്, അഥവാ ഏറ്റവും കൂടുതൽ കാറ്റ്. അദ്ദേഹം ചെന്ന് മാനേജറോട് പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ വലിയ പുള്ളി എന്നെ പ്ലെയിനിൽ കയറ്റണം. പുള്ളി പറഞ്ഞു, സാർ ഇത്രയും വിവരമില്ല, കാറ്റായിട്ട് ഏത് പ്ലെയിൻ പോകാനാ? സ്വോത്രം. അതുകൊണ്ട് കാറിനകത്ത് കയറി യാത്ര ചെയ്യാം. 9 മണിക്കൂർ യാത്ര, കാലിഫോർണിയ ഡാലസ്. കാർ പിടിച്ചു. 5:30 സ്റ്റാർട്ടായി, 9:30 നമ്മുടെ ഈ മയിലും കമ്പിലും അകത്ത വഴി പോലെ, ചെങ്ങളായിലൊക്കെ പോകുന്നില്ല, ഇരുട്ട് വഴിയാണ്. രാത്രി 9:30, കൈ വെള്ളമില്ല, ആരുമില്ല. പോകുമ്പോൾ ഭയങ്കര ദാഹം. ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട് ചിമ്മിനി വിളക്ക് കത്തുന്നു. ശ്രദ്ധയോടെ അദ്ദേഹം അവിടെ ചവിട്ടി നിർത്തി. കോളിംഗ് ബെൽ അടിച്ചു. ഒരു സഹോദരി ഇറങ്ങി വന്നു. ഡോക്ടർ എന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മൈ നെയിം ഈസ് മാർക്ക്, ഓൾ ഈസ് ടു മൈ സിസ്റ്റർ, മേക്ക് എ കോഫി ഫോർ മീ. എൻ്റെ പേര് മാർക്ക് എന്ന. ഒരു കപ്പ് കാപ്പി ഇട്ട് തരുമോ? തണുപ്പ് ഭയങ്കര. സഹോദരി അദ്ദേഹത്തിനോട് പറയും, ടേക്ക് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ യു വിത്തിൻ 5 മിനിറ്റ്. താങ്കൾക്ക് വേണ്ടി 5 മിനിറ്റ് കൊണ്ട് ഞാൻ കാപ്പി ഇട്ട് തരാം. 3 മിനിറ്റ് കൊണ്ട് വെള്ളം തിളച്ചപ്പോൾ അകത്ത മുറിയിൽ പോയി കട്ടിലിനകത്ത് കിടന്ന കുഞ്ഞിനെ 5 വയസ്സുകാരനെ മാറോട് ചേർത്തുകൊണ്ട് സഹോദരി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഡോക്ടർ മാർക്കിന് നമുക്ക് കാണിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്ക്. അദ്ദേഹത്തിന്റെ അകത്ത് ചങ്കിനകത്ത് അകവാള് പോയി. ഇവക്ക് ആരാന്നറിയത്തില്ല. ഇവള് പറയുമോ? കാപ്പി കുടിച്ചിട്ട് ചോദിച്ചു, എവിടെ നിന്റെ ഭർത്താവ്? മരിച്ചുപോയി. ആരാ കുഞ്ഞ്? അവൻ 2 വർഷമായി ക്യാൻസറായി. ഇവിടെ ഞങ്ങൾ നോക്കി. ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറയുന്നു, താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ കാലിഫോർണിയയിലുണ്ട്, അവിടെ പോയാൽ സർജറി നടക്കും, പൈസ എല്ലാവർക്കായി പ്രാർത്ഥിക്കൂ. അദ്ദേഹം എഴുന്നേറ്റു. ആ പെൺകുട്ടിയോട് ചോദിച്ചു, മാമേ ഇവിടെ ബൈബിൾ ഉണ്ടോന്ന് കരമുയർത്തുന്നവർക്കായി. അവൾ പറഞ്ഞു, ബൈബിൾ ഉണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. നിരീശ്വരവാദിയ. അദ്ദേഹം ഇതെടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ട് അടച്ചത്. എൻ്റെ കാർ കൃത്യമായി നിന്റെ വീട്ടിന് മുമ്പിൽ ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ജീസസ് ഈസ് അലൈവ്. അവിടെ കണ്ണൂർ ക്രൂസൈഡിലോ മലബാറിലോ അല്ല ഡോക്ടർ മാർക്ക് രക്ഷിക്കപ്പെട്ടത്. ആ സഹോദരിയുടെ പ്രാർത്ഥനയുടെ നടുവ്. ഇന്ന് രാത്രി 14ാമത്തെ കൺവെൻഷന് പറയണം, ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് കാർ ചവിട്ടിയതുപോലെ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനും ഒരു മറുപടി കാസർഗോഡ് തരാൻ, കണ്ണൂർ തരാൻ. സന്തോഷമില്ലല്ലോ സഹോദരങ്ങളെ? ഇന്ന് രാത്രി പറയണം, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ ഞാൻ കുഴികള വെട്ടിയ അതിനെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഡാലസിലെ സഹോദരിക്ക് മാത്രമല്ല, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലച്ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം. 4 കാര്യം. 1, നിയമം മാറ്റും. 2, പോക്സോ. ലോസ് ആഞ്ചലസിൽ തീ ഇറങ്ങിയെങ്കിൽ
ലോത്തിൻ കാലത്ത് സംഭവിച്ച വെടിക്കെട്ട് തുടങ്ങി. അതിനു മുമ്പ് തന്റെ ഭക്തന്മാരെ ചേർക്കാൻ കാന്തൻ വരും. കൺക്ലൂഷൻ, സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടർ. അതിനു മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം, ഒരു നിയന്ത്രിത ബുദ്ധി. ചാറ്റ് GPT വിത്ത് മേറ്റ ഇവന് കിട്ടാൻ പോകുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ നിയന്ത്രിത ബുദ്ധി കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവർ നിത്യതയിൽ ആഗോള വ്യാപകമായി ലെബനോനിൽ പൊട്ടിത്തെറിച്ചതുപോലെ ഒരു പൊട്ടിത്തെറി ഇവിടെ വരാറായി. അതിനു മുമ്പ് കാഹളനാദം തന്റെ സഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഈ രാത്രി രക്ഷിക്കപ്പെടാത്തവർ, മാനസാന്തരപ്പെടാത്തവർ, തീരുമാനമെടുക്കാത്തവർ, സ്നാനത്തിലേക്ക് കടന്നു വരാത്തവർ ഒരു തീരുമാനമെടുക്കട്ടെ. ബാക്കി ഭാഗം നാളെ രാത്രി.